രജനി, നമുക്കിനി ഒരു ബിരിയാണിയുടെ കഥയിലേക്കാണ് പോകേണ്ടതല്ലേ. ഒരു ബിരിയാണിക്ക് സാധാരണ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ 100, 110, 80 കിട്ടുന്നുണ്ട്. പക്ഷേ 20 രൂപയ്ക്ക് ഒരു ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്, നമുക്ക് വിശ്വസിക്കാനാവില്ല. എന്നാൽ 20 രൂപയ്ക്ക് ബിരിയാണി ലഭിക്കുന്ന, 30 രൂപയ്ക്ക് ചിക്കൻ, മീൻ വിഭവങ്ങൾ ലഭിക്കുന്ന കടകളുണ്ട്. എവിടെയാണെന്നല്ലേ? കേരളത്തിലല്ല, നമ്മുടെ തൊട്ടയൽപക്കമായ കോയമ്പത്തൂരിലാണ് ഇത്രയും വില കുറഞ്ഞ വിലയ്ക്ക് ഈ വിഭവങ്ങളൊക്കെ വിൽക്കുന്നത്. അരുൺ ആലത്തൂർ ഈ വെറൈറ്റി ഭക്ഷണ കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തും. ആ റിപ്പോർട്ട് കാണാം. நல்லா இருக்கு 20 രൂപയ്ക്ക് ബിരിയാണി കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. കോയമ്പത്തൂരിലെ ബ്രൂക്ക്ഫീൽഡ്സ് മാളിന്റെ ഓപ്പോസിറ്റുള്ള റോഡിലെ നിരവധി വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലാണ് ഈ 20 രൂപയ്ക്ക് ബിരിയാണി കച്ചവടം നടത്തുന്നത്. എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഇവർ കച്ചവടം നടത്തുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരിൽ ഒരാളായ ഗോകുൽ നമ്മോടൊപ്പം ചേരുകയാണ്. எப்படிங்க இந்த 20 ருபீஸுக்கெல்லாம் பிரியாணி கொடுக்குறீங்க? நமக்கு இந்த ரேட் கொடுக்குறது நம்மளுக்கு கட்டுப்படியாக ஓன் பிஸ்னஸ் தாங்க, ஃபேமிலியாக ரன் பண்ணிகிட்டு இருக்கோங்க. நம்மளுக்கு ஒன் தான், அதனால் நம்மளுக்கு 20 ரூபாய்க்கு கொடுக்க முடியுதுங்க. ஒரு நாளைக்கு சேலரி கிடச்சா போதுங்க, மந்த்லி ஒன் சேலரி கிடச்சா போதுங்க. எல்லாருமே உங்கள் ஃபேமிலி தான்? ஆமாங்க, அப்பா அம்மா நான் அவங்க பையன் 3 பேர் ரன் பண்ணுறாங்க. ஃபேமிலியாக இந்த கடை ரன் பண்ணிகிட்டு இருக்காங்க. அதனால் இந்த ரேட்டுக்கு கொடுக்க முடியுதுங்க. ஐட்டம்ஸ் இருக்குதுங்க நம்ம கடையில். சிக்கன் பிரியாணி, சில்லி பிரியாணி, பீஃப் பிரியாணி, முட்டை பிரியாணி, குடல் பிரியாணி, ஈரல் பிரியாணி, பெப்பர் சிக்கன் பிரியாணி வித் எம்டி பிரியாணிங்க. தக்காளி சாதம், தயிர் சாதம் இருக்குங்க. எத்தனை வருஷமாக இங்கே நடத்துறீங்க? 25 வருஷமாக ரன் பண்ணிகிட்டு இருக்கோங்க. நிறைய ஆளுங்க வருதா? கவர்மெண்ட் லீவ் டைம்னா பசங்க கூட்டம், ஃபேமிலி கூட்டம் வருவாங்க. இப்போ ஒரு ஃபேமிலி வந்தாங்கன்னா அவங்க கடை மினிமம் 200 இருந்தால் வவுர் ஃபுல்லாக சாப்பிட்லாங்க. குழந்தைகளுக்கு கூட 10 രൂപയ്ക്ക് വരെ കൊടുക്കണം. ആമാം, കുഴந்தைகளுக்கு ഹാഫ് ബിരിയാണി 10 രൂപയ്ക്ക് തരുവാங்க. അത് തന്നെയാണ്. ഏതായാലും വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇവരുടെ കുടുംബത്തിലെ ആളുകളാണ്, അതായത് ഗോകുലും ഗോകുലിൻ്റെ അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാവരുമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഈ ഭക്ഷണം നൽകാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അവരോട് കൂടെ ചോദിക്കാം ഈ കുറഞ്ഞ പൈസയ്ക്ക് ഭക്ഷണം കിട്ടുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ആണോ, എന്താ ബിരിയാണി എപ്പടി ഇരിക്കുന്നത്? റേറ്റ് എപ്പടി? கம்மி ரேட்ல வேற எங்கேயாவது கிடைக்குமா? வேற எங்க இந்த மாதிரி கிடைக்குதா? ஃபுட் நல்லா இருக்கு, இந்த ஒரு சைடு வெயிட் இல்லை, நல்லா இருக்கு. நீங்க என்ன சாப்பிட்டு? எல்லாமே சாப்பிட்டுருக்கேன், எல்லாமே நல்லா இருக்கு, இது குறை இல்லை. பிரியாணி எப்படி இருக்குங்க? நல்லா இருக்கு. 20 ரூபாய்க்காகவே எனக்கு ஆச்சரியமா இருக்கு. எனக்கு தான் ஃபர்ஸ்ட் டைம். நாங்கள் ஹாஸ்பிட்டலுக்கு வந்தேன், டயர்டாக இருக்குது சாப்பிடலாமேன்னு பார்த்தா 20 ரூபான்னாங்க. பரவாயில்லையே, 20 ரூபாய்க்கு எங்கே சாதம் கிடைக்குது? ஒரு இட்லியே 10 ரூபா, இது 20 ரூபான்னா பரவாயில்லையே, சூப்பராக இருக்கு. நல்லா இருக்காம்மா? நல்லா இருக்குங்க. 20 ரூபா பிரியாணி பரவாயில்லைங்க, நல்லா இருக்கு, டேஸ்ட்டாக எல்லாமே கிடைக்கும். பிரியாணி எங்கேயாவது கிடைக்குமா? இது மாதிரி 20 ரூபாய்க்கு எங்கேயுமே கிடைக்காதுங்க. ஒரு இட்லியே 10 ரூபா, தோசை 20 ரூபா, ஆனால் பிரியாணி 20 ரூபா. പരവായില്ല, നല്ല. അപ്പോൾ ഒരു ബിരിയാണി ഞാൻ മേടിച്ചിട്ടുണ്ട്, അതെങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം നമുക്ക്. നല്ല രുചിയുണ്ട് ബിരിയാണിക്ക്. തമിഴ്നാട് ബിരിയാണിയാണ്. പാലക്കാട് പ്രദേശങ്ങളിലൊക്കെ റാവുത്തർ ബിരിയാണി എന്ന് പറയുന്ന തരത്തിലുള്ള ബിരിയാണിയാണ്. ചില്ലി വന്നിട്ട് കുറച്ച് കളറൊക്കെ ചേർത്തിട്ടുണ്ട്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതായാലും 20 രൂപയ്ക്ക് ഇത്തരത്തിൽ ബിരിയാണി ലഭിക്കുന്നു, ചില്ലിയോടുകൂടെ 50 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് വലിയ ലാഭമാണ്. സാധാരണക്കാരിലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വലിയ ആശ്വാസവും ആശ്രയവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, കോയമ്പത്തൂർ. ശരിയാണ്. ഈ വില
ഇങ്ങനെ കൂടിക്കൂടിയിരിക്കുന്ന സമയമാണ് ഓരോ സാധനങ്ങൾക്കും. അതിനിടയിലാണ് ഇത്രയും വില കുറച്ച് ബിരിയാണി ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ കടയിൽ ബിരിയാണി ഉടമസ്ഥന് മാത്രമല്ല അവിടുത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു കുട്ടികൾക്ക് 10 രൂപയ്ക്ക് ഹാഫ് ബിരിയാണി നൽകും എന്നാണ്. അത് ബിരിയാണി മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട്. നേരം അരുണിന് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നിഖിൽ പറയുന്നുണ്ട് കോയമ്പത്തൂരിൽ ബ്യൂറോ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇനി പോകാം.